ഹലോ നമസ്കാരം. സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആ ഒരു സിലബസ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഡീകോഡ് ചെയ്ത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആദ്യം മുതലേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരുന്നു ഈ നമ്മൾ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്രാവശ്യം ഉണ്ടോ ഇല്ലയോ, പഠിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഇനി അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഓൾറെഡി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരുപാട് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ആ സംശയം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ നിങ്ങൾ മാറ്റി വെക്കുക. 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഇല്ല. 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇനി മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു സംശയം വേണ്ട, ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറിയപ്പോൾ ആ 20 മാർക്ക് പി എസ് സി എന്ത് ചെയ്തു? പി എസ് സി ബാക്കി സബ്ജക്റ്റുകൾക്ക് ആ മാർക്ക് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സിലബസ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യം സിലബസുമായി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്നുള്ളതാണ്. സബ്ജക്റ്റുകൾക്ക് പറഞ്ഞിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്? മാറ്റവും വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഇതെല്ലാം നമുക്ക് 4 മാർക്കിനായിരുന്നു പഠിക്കാനായിട്ട് നമുക്ക് 4 മാർക്കായിരുന്നു പഠിക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്രാവശ്യം അതെല്ലാം നമുക്ക് എത്ര മാർക്കാക്കുന്നു? 5 മാർക്ക് എന്ന രീതിയിലേക്ക് വന്നു. 4 മാർക്ക് എന്നുള്ള ഇത്രയും കാര്യം നമ്മൾ എത്ര മാർക്കിലേക്ക് വരികയാണ്? 5 മാർക്ക് എന്ന രീതിയിലേക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കേരള ഭരണ സംവിധാനം നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നത് 3 മാർക്കിനാണ് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് എത്ര മാർക്കിലേക്ക് മാറുന്നു? 5 മാർക്കിലേക്ക് നമ്മൾ മാറുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്, ലൈഫ് സയൻസ്, പൊതുജനാരോഗ്യം, ബയോളജിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്കിനായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എത്ര മാർക്കായിട്ട് മാറി? 6 മാർക്കായിട്ട് അതെന്ത് ചെയ്തു? മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും മാറ്റമൊന്നുമില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ എത്ര തന്നെയാണ്? 3 മാർക്ക് തന്നെയാണുള്ളത്. അവിടെ മാറ്റമൊന്നും നമുക്ക് വരുന്നില്ല. പക്ഷേ കലാസാഹിത്യം, കായികം, സംസ്കാരം അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നുണ്ട്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 4 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് എത്ര മാർക്കായിട്ട് മാറുന്നുണ്ട്? 5 മാർക്കായിട്ട് മാറുന്നുണ്ട്. കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങൾക്കും മാർക്കിന് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം 3 മാർക്ക് തന്നെയായിരുന്നു. ഇപ്രാവശ്യം എത്ര മാർക്ക് തന്നെയാണ്? 3 മാർക്ക് തന്നെയാണ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 4 മാർക്കാണ് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമുക്കത് എത്ര മാർക്കാണ്? 5 മാർക്കാണ് നമുക്ക് പഠിക്കാൻ നമുക്കുള്ളത്. 5 മാർക്കിന് പഠിക്കാൻ നമുക്കുണ്ട്. ഓക്കെ, പിന്നെ വലിയൊരു മാറ്റം നമുക്ക് വന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മേഖലയിലാണ്. കറണ്ട് അഫയേഴ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 10 മാർക്കാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അതിന് പ്രാധാന്യം കൂടിയിട്ടുണ്ട്. 20 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അത് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പഠിക്കണം. വിവിധ മേഖലകളിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരും. 20 മാർക്ക് എന്തുണ്ട്? കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും മലയാളവും സെയിം തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പണ്ടും അത് തന്നെയായിരുന്നു, ഇപ്രാവശ്യം അത് തന്നെയാണ്. 10 മാർക്ക് വെച്ച്, ഓരോന്നിനും 10 മാർക്ക് വെച്ച്, അങ്ങനെ മൊത്തം 100 മാർക്കാണ് നമുക്കുള്ളത്. 100 മാർക്കിനകത്ത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്രാവശ്യം ഇല്ല. നമ്മുടെ സിവിൽ സപ്ലൈസും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടതും പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്രാവശ്യം നമുക്കില്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡിക്ക് എന്തായിരുന്നു സിലബസിൽ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് നമുക്ക് വരുന്നത്. മാറ്റങ്ങളൊന്നുമില്ല, സെയിം ടു സെയിം തന്നെയാണ്. ഹിസ്റ്ററി എൽ ഡിക്കും പ്ലസ് ടുവിന് എന്ത് പഠിക്കുന്നോ അതേ കാര്യം തന്നെ പഠിക്കുന്നു. ജോഗ്രഫി നിങ്ങൾക്ക് ഈ പറയുന്ന എൽ ഡിക്കും പ്ലസ് 2 ലെവൽ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കുന്നോ അത് തന്നെ ഇവിടെ പഠിക്കുന്നു. എക്കണോമിക്സും സെയിം കാര്യം തന്നെയാണ് പഠിക്കുന്നത്, മാറ്റമൊന്നുമില്ല. ഭരണഘടനയും സെയിം കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. എൽ ഡിക്കും പ്ലസ് ടുവിന് എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങളൊന്നുമില്ല, സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിക്കുന്നു. പൊതുജനാരോഗ്യം സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എന്താണ്? സെയിം കാര്യങ്ങൾ. അവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇപ്പോൾ കലാകായികം ഈ പറയുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതും സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാൻ നമുക്കുമില്ല. നമുക്ക് സുപ്രധാന നിയമങ്ങളും നമുക്ക് സെയിം കാര്യം, എൽ ഡിക്ക് എന്ത് പഠിച്ചോ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എവിടെയും പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യത്തിലും മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. കാരണം ഓൾറെഡി നിങ്ങൾ എൽ ഡി ലെവൽ പരീക്ഷകൾ എന്ത് ചെയ്തു? എഴുതി തഴക്കവും പഴക്കവും നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലേ 6-7 ഘട്ടമായിട്ടാണ് എൽ ഡി പരീക്ഷകളുടെ വിവിധ ചോദ്യ പേപ്പറുകളെല്ലാം കണ്ട് നിങ്ങൾ പഠിച്ച് സെറ്റായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി? റിവിഷൻ മാത്രം ചെയ്താൽ മതി. പുതുതായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാർ അവർക്കും ഇത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ മാറിയ പരീക്ഷാ രീതിക്കനുസരിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്ത് ചെയ്താൽ മതി? പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുന്നു, മാറിയ പരീക്ഷാ രീതി അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ചോദ്യത്തിൻ്റെ രീതികൾ മാറുന്നു, ചോദ്യം ചോദിക്കുന്ന രീതികൾ മാറുന്നു, PSC അടിമുടി മാറി. അപ്പം നമ്മളും എന്ത് ചെയ്യണം? അതിനനുസരിച്ച്
അനുസരിച്ച് നമ്മൾ മാറണം, മാറിയ PSCക്ക് അനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ മാറണം. എന്നാൽ മാത്രമേ പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ കേട്ടോ. ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയം മാറി കിട്ടിയല്ലോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്നുള്ള കാര്യം മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ചുകളിൽ നമുക്ക് കാണാം. നമുക്ക് ഈ 15-ാം തീയതി മുതൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ബാച്ച് സൈലം PSC ആരംഭിച്ചിട്ടുണ്ട്. മാറിയ PSCക്ക് അനുസരിച്ച്, മാറിയ പരീക്ഷാ രീതിക്ക് അനുസരിച്ച് സൈലം PSC പുതിയ രീതിയിലുള്ള പഠന രീതികളുമായിട്ടും പഠിപ്പിക്കാനുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.